അതിനുശേഷം പിന്നെ ആണെങ്കിൽ ഇവർക്കൊരു ടാസ്ക് ആയിരുന്നു ഇന്ന്. ഈ ടാസ്ക് കുറച്ച് വലിയൊരു ടാസ്ക് ആയിരുന്നു, കുറച്ച് സമയം എടുക്കുന്ന ഇന്നത്തെ ദിവസം മൊത്തം ഈ ടാസ്ക് ആയിരുന്നു. അപ്പോൾ ഓരോരോ ഘട്ടമായിട്ട് ഇത് കഴിയും. പക്ഷേ ഇവരുടെ ബിഗ് ബോസ് വീടിനകത്ത് ഇവരുടെ കാര്യങ്ങളും ഇവരുടെ ഭക്ഷണ സമയങ്ങൾ, അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് അങ്ങനെയുള്ളതെല്ലാം ഇവർ ചായയുടെ സമയം ഇതെല്ലാം ഇവർ അതിൻ്റെ ഇടയ്ക്ക് നടത്തണം. ഓരോ ഘട്ടം ഈ ടാസ്കിൻ്റെ കഴിയുമ്പോൾ ഇവർ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ ബിഗ് ബോസ് ബെല്ല് കൊടുക്കും. ആ സമയത്ത് ഓടി വന്ന് അവർ ടാസ്കും ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ അന്നത്തെ ദിവസം മൊത്തം ഇതായിരുന്നു, ഈ ടാസ്കിൻ്റെ പരിപാടിയായിരുന്നു. അതായത് ഒരു മിലിറ്ററിയുടെ ഇതൊക്കെയാണ്. ഇവർ ഈ പവർ ടീം ഒരു ടീം, ബാക്കി 3 ടീമും കൂടെ ആയി 4 ടീം മണൽ നിറച്ച ചാക്കുകളൊക്കെ വെച്ച് നിൽക്കുമല്ലോ, അതേമാതിരിയാണ് ഇവർ ഈ 3 വശവും കവർ ചെയ്ത് ഈ അരഭാഗം വരെ കവർ ചെയ്ത ഒരു സ്പോട്ടിലാണ് ഇവർ നിൽക്കേണ്ടത്. അത് ഈ 4 ടീമും 4 ഇടമുണ്ട് അങ്ങനെയുള്ള. അപ്പോൾ എന്നിട്ട് ഇവർ 2 ടീം വെച്ചാണ് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ബോംബെന്നും പറഞ്ഞ് കുറച്ച് ഇവർക്ക് കളർ കോഡും കൊടുത്തിട്ടുണ്ട്, ഗ്രീന്, റെഡ്, യെല്ലോ, ബ്ലൂ. അപ്പം അതിനനുസരിച്ച് ഇവർക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു കിഴി പോലെ കെട്ടിയിട്ട് ഈ കളർ പൊടി നിറച്ചിട്ട് അത് ഒരു ബോംബെന്നുള്ള ഒരു സങ്കല്പത്തിൽ അത് ഇങ്ങനെ എറിഞ്ഞ് ഇവരതിനെ ഈ ഫലകം പോലത്തെ വലിയൊരു സാധനം അത് വെച്ചാൽ തടുക്കുന്നത്. അപ്പോൾ അതും കൊടുത്തിട്ടുണ്ട്. ഒരാൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ എറിയും. ചാക്ക് പോലെ നിറച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഇവർക്കൊരു 3 സൈഡ് കവർ ചെയ്ത ഒരു അരഭാഗം വരെ കവർ ചെയ്ത മാതിരി അതിനകത്താണ് ഈ 4 പേര് നിൽക്കേണ്ടത്. ഓരോ ടീമിലും 4 പേര് വെച്ചാണല്ലോ. ഏറ്റവും കുറവ് ബോംബാണ് ഇവർ നിൽക്കുന്ന സ്പോട്ടിൽ വീണ അവർക്കാണ് ഫസ്റ്റ്. അങ്ങനെയുള്ള ഒരു ടാസ്കിൻ്റെ ഇടയിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നത് ഇതിനകത്ത് ഒത്തുകളിയൊക്കെ ഉള്ളതുപോലൊക്കെ തോന്നുന്നുണ്ട്. ഇതിനകത്ത് ശ്രീത്തും പിന്നെ ജാസ്മിനും ചേർന്ന് ഒരു ടീമിലാണ്. അവർ 4 പേരുണ്ട്. അതിലാണ് ജിൻഡോയും അൻസിബയും. അപ്പോൾ ഇതിൽ വന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ജാസ്മിൻ ആണെങ്കിൽ എതിർ ടീമിലാകുന്ന ആരാ ഗ്രീൻ കളേഴ്സ്, അത് വന്നിട്ട് നമ്മുടെ സായി അങ്ങനെയുള്ള അവരൊക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ശരണ്യൊക്കെയാണ് തോന്നുന്നു. അപ്പോൾ അവരിങ്ങനെ ഈ ജാസ്മിൻ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഏതോ വെച്ച് മറച്ചിട്ട് ഇങ്ങനെ കണ്ണും ഒക്കെ വെച്ചിട്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കത് ഒത്തുകളി പോലെ ഇങ്ങനെ തോന്നുന്നുണ്ട്. അങ്ങനെ നടക്കാൻ അവിടെ ചാൻസ് ഉണ്ടെന്ന്. പിന്നെ വേറെ അതിനകത്തൊരു ഇതെന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഈ ജിൻഡോയാണെങ്കിലും പറയുന്നുണ്ട് ഈ ടാസ്കിൻ്റെ ഇടയിൽ അവർക്ക് കൊടുക്കുന്ന സമയത്താണെങ്കിൽ ബ്രേക്ക് ഉണ്ടല്ലോ, ഭക്ഷണമൊക്കെ കഴിക്കാനും റെസ്റ്റ് എടുക്കാനൊക്കെ. ആ സമയത്ത് ജിൻഡോ അവരുടെ ടീമിൽ പറയും, ജിൻഡോയുടെ ടീമിൽ ഇങ്ങനെ അവരുടെ കാര്യങ്ങൾ ഓരോ ടീമും രഹസ്യങ്ങളൊക്കെ പറയുമല്ലോ. ആ കൂട്ടത്തിൽ ജിൻഡോ പറയുന്നുണ്ട് ഈ ജാസ്മിനും ശ്രീത്തും ഒത്തു കളിക്കുന്നുണ്ടെന്ന് അവരെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ കളിയിൽ എന്നൊക്കെയാണ് ജിൻഡോ പറയുന്നുണ്ട്. ജിൻഡോ അത് മനസ്സിലുള്ളതാണ് ഈ പറയുന്നെങ്കിലും പക്ഷെ അതൊന്നും കാണിക്കുന്നില്ല കേട്ടോ പ്രത്യക്ഷത്തിൽ. അങ്ങനെ ഉള്ള സംശയത്തിനൊന്നും സൂചന കൊടുക്കുന്നൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അതിനുശേഷം പിന്നെ നമ്മൾക്ക് ഈ ജിൻഡോ തന്നെ വന്നിട്ട് ഈ ബോംബ് ഞാൻ പറഞ്ഞില്ലേ, ഈ കളർ പൊടി അവരുടെ ഡ്രസ് കോഡിൻ്റെ കളർ പൊടി നിറച്ച ഇതാണല്ലോ അവർക്ക് എറിയാൻ കൊടുക്കുന്നത്. പക്ഷെ ഓപ്പോസിറ്റിൻ്റെ കളർ വന്നിട്ട് ഇവരെ ഈ സ്ക്വയറിനകത്ത് വീഴുന്നത് ഈ ജിൻഡോ അവർ കാണാതെ കാല് വെച്ച് ബാക്കിലോട്ട് തട്ടിക്കളയുന്നുണ്ട്. കാര്യം ആ ഒരു സ്പോട്ടിൽ ഒരു സ്ക്വയറിനകത്ത് വീണാൽ മാത്രം അത് കണക്കാക്കത്തുള്ളൂ. അപ്പോൾ ആ സ്ക്വയറിൻ്റെ വെളിയിലാണ് പോകുന്നുണ്ടെങ്കിൽ അത് കണക്കാക്കത്തില്ല. അങ്ങനെ ജിൻഡോ കാല് വെച്ച് ആരും അറിയാൻ തട്ടിക്കളയുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഈ കളികളിലൊക്കെ ജിൻഡോ കുറച്ച് കള്ളത്തരം കാണിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ചില കാര്യങ്ങളിൽ അതിലിപ്പോൾ ഈ കളിയിലൊക്കെ ഇങ്ങനെ അതുകൊണ്ട് നമ്മൾക്ക് ആ ജിൻഡോയുടെ മേലുള്ള ഒരു ഈ കള്ളത്തരം കാണിച്ചും പറഞ്ഞുമൊക്കെ വന്നിട്ട് ജയിക്കുക എന്ന് പറയുന്നത് അതൊരു നല്ല ഒരാളുടെ ലക്ഷണമായിട്ടൊന്നും തോന്നുന്നില്ലാത്തത് കൊണ്ട് അതോ ഒരു ഇതില്ല ജിൻഡോയാ കാണിച്ചു വെക്കുന്നത് എല്ലാം. അതൊക്കെ എന്തായാലും ജയവും തോൽവി ഇതൊക്കെ സത്യസന്ധമായിരിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിനൊരു കോൺഫിഡൻ്റ് ആയിരിക്കുമല്ലോ. അപ്പം അത് ജിൻഡോയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാവാത്തത് കൊണ്ട് ഒരു നല്ലൊരു പ്ലെയറൊക്കെയാണ്, നല്ല ആക്റ്റീവായിട്ട് പേഴ്സണൊക്കെയാണ്. പക്ഷേ ഇങ്ങനെ ചെറിയ കള്ളത്തരങ്ങളൊക്കെ ഉള്ളത് കാരണം കൊണ്ട് നമ്മൾക്ക് ആ ഒരു പുള്ളിയോടുള്ള ആ ഒരു ഇഷ്ടം വന്നിട്ട് എവിടെയൊക്കെയോ കുറയുന്നുണ്ടോ എന്നൊരു തോന്നൽ ഇങ്ങനെ വരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഈ ബ്രേക്കൊക്കെ കിട്ടുമ്പോൾ ഗബ്രിയും ജാസ്മിനും ഓപ്പോസിറ്റ് ടീമിലാണല്ലോ. അപ്പം ജാസ്മിനും ഗബ്രിയും തമ്മിൽ നല്ല വഴക്ക് നടക്കുന്നുണ്ട്.
അപ്പോൾ എന്നിട്ട് ജാസ്മിൻ എന്തെന്ന് ഗബ്രി എന്താണെന്ന് വെച്ചാൽ ഈ കളികളൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള ടാസ്കൊക്കെ വരുമ്പോൾ ഗബ്രി അതിനോട് ഭയങ്കരമായിട്ട് അങ്ങ് ഇതാകും. ഗബ്രിക്ക് പിന്നെ മറ്റൊന്നും നോട്ടമൊന്നുമില്ല, അങ്ങനെയുള്ള ഒരു ഇതൊന്നുമില്ല. ആ കളി ജയിക്കുക, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ള ഒരൊറ്റ ഇതേ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനത്തെ ഇതിൽ വന്ന് രണ്ടുപേരും കൂടെ പ്രശ്നമൊക്കെ നടക്കുന്നുണ്ട്. ജാസ്മിൻ പിന്നെ കയറി ചെന്ന് ഗബ്രിയോട് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് പോകുന്നുണ്ട്. ഗബ്രി നല്ല തട്ടി മാറ്റുന്നുണ്ട്, ദേഷ്യം നീ മാറിപ്പോന്ന്. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെയൊക്കെ ഇടയിൽ നടക്കുന്നുണ്ട്. ഇതിന് ശേഷം പിന്നെ ജയിച്ചത് വന്നിട്ട് നമ്മുടെ റെഡ് കളർ കൊടുത്തിരുന്ന ടീമായിരുന്നു. അത് ഋഷിയും അഭിഷേക്, ശ്രീകുമാർ, അങ്ങനെയുള്ള അവരുടെ അത് ക്യാപ്റ്റനായ റസ്മിന്, പിന്നെ അതിനകത്ത് നോറ, ഇവർ 4 പേരുമായിരുന്നു ഒരു ടീമിൽ. അവരാണ് ജയിച്ചേക്കുന്നത്. ഈ ടാസ്കിൻ്റെ നടത്തിപ്പുകാരൻ നമ്മുടെ രതീഷായിരുന്നു. അറിയാലോ, രതീഷ് ഇപ്പം കയറിയിട്ടുണ്ടല്ലോ, ബിഗ് ബോസിൽ വന്നിട്ടുണ്ട്, പണ്ട് പോയ രതീഷേ. അപ്പോൾ രതീഷായിരുന്നു ഇതിൻ്റെ നടത്തിപ്പുകാരനെ. പിന്നെ ഇതിനകത്ത് ഈ ടീമിന് ജയിക്കാൻ കഴിയാത്തതുകൊണ്ടായിരിക്കാം ഈ അപ്സരയുടെ ടീമേ അവർക്ക് ജയിക്കാൻ കഴിയാത്തതുകൊണ്ടായിരിക്കും അപ്സരയ്ക്ക് അതിൻ്റെ ഒരു വിഷമമൊക്കെ ആയിട്ട് വന്ന കിടപ്പുണ്ട് പുള്ളിക്കാരിക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ട്. ഈ ജയിക്കാനൊക്കെ കഴിഞ്ഞില്ലെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് ഡൗൺ ആകും. അങ്ങനൊരു നിലയിലായി ഇപ്പം ഇന്നവിടെ കാണുന്നത് രാത്രി സമയം. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം പറഞ്ഞാൽ നമ്മുടെ അഭിഷേക് ശ്രീകുമാർ വന്ന സമയത്ത് ഭയങ്കര ഒരു ആക്റ്റീവായിട്ട് നല്ല ഇതായിട്ടൊക്കെ തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അഭിഷേക് ശ്രീകുമാർ അവിടെ ഉണ്ടെന്നല്ലാതെ പുള്ളി അങ്ങനെ വലുതായിട്ടൊന്നും ഉള്ള ഇതായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല. വളരെ സൈലൻറ്റും വലുതായിട്ടൊന്നും ആക്റ്റീവ് ആകാത്ത രീതിയിലാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അഭിഷേക് ശ്രീകുമാർ വന്നപ്പോൾ തന്നെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ലാലേട്ടന് ഇടയിൽ യെല്ലോ കാർഡ് കൊടുത്തിട്ട് പറഞ്ഞിരുന്നല്ലോ, ഇനി ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായാൽ റെഡ് കാർഡ് തരും, പുറത്താക്കുമെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കുമെന്ന് തോന്നുന്നു അഭിഷേക് ഇപ്പം ഭയങ്കര ക്വയറ്റായിട്ടാണ് അവിടെ കഴിഞ്ഞുകൊണ്ട് പോകുന്നത്. വലുതായിട്ട് ഉള്ള ഈ പ്രശ്നം ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും തലയിടുന്നില്ല. അവിടെ ഉണ്ടത് മാത്രമേ ഉള്ളൂ ആ ഒരു ഇതാണ് കാണുന്നത്. വന്ന സമയത്ത് നമ്മൾ ഓർത്ത് ഭയങ്കരമായിട്ട് പക്ഷേ അങ്ങനെ വന്നേനെയായിരുന്നു. ഈ ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ യെല്ലോ കാർഡ് കൊടുത്തതിന് ശേഷമുള്ള ഒരു ശ്രദ്ധിച്ച് അവിടെ നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത്. പുറത്ത് പോകരുതല്ലോ, ഇനിയൊരു ഇഷ്യൂ ഉണ്ടായാൽ പുറത്ത് പോകുമല്ലോ. അപ്പോൾ അതിനു വേണ്ടി പുള്ളി അവിടെ വളരെ സൈലൻ്റായിട്ട് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ, നല്ല പ്ലെയർ. അവരുടെ ടീമായിരുന്നു ഇന്ന് ജയിച്ചത് തന്നെ ഈ ഒരു ടാസ്കിൽ.